പഞ്ചായത്തിൻ്റെ സ്കീമിൽ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ച ബയോബിന്ന ഈ 3 ബക്കറ്റുണ്ട്. 180 രൂപ അടച്ചപ്പോൾ ഇതും കുറച്ച് ഇനോക്കുലവും കൂടി തന്നു. അത് ഞാൻ ഒരു ട്രിപ്പ് വളം ഉണ്ടാക്കിയെടുത്ത് വീട്ടിലെ വേസ്റ്റുകൾ. രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയെടുത്ത വേസ്റ്റിൻ്റെ ബാലൻസായത്. ഇതിങ്ങനെ എന്തെന്ന് കാണുന്ന എന്തെന്ന് വെച്ചാൽ ഇതിനകത്തൊരു കുറച്ച് മുട്ടത്തോടും കൂടി പൊടിഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോഴേ ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇത് വാരി ഇടുക. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഇത്തിരി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള മുറ്റം തൂക്കുന്ന കരിയില, ചപ്പിയവർ എല്ലാം നമുക്കിതിനകത്തിടാം. എല്ലാ വേസ്റ്റുകളും നമുക്കിതിനകത്തിടാം. ഇട്ട പച്ചക്കറി വേസ്റ്റുകളും പേപ്പറും എല്ലാം ഇതിനകത്തിടാം. ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഇനോക്കുലം ഇട്ട് കൊടുക്കുക. ഇനോക്കുലം ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം നമുക്കിതിൻ്റെ പുറത്തിടാം. അടുക്കളയിലുള്ള വേസ്റ്റുകളെല്ലാം വന്ന് അത് നമുക്ക് ഇതിനകത്തിടാം. ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ നമ്മളൊരു സ്ഥലം വേസ്റ്റുകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കുത്തി അമർത്തി കൊടുക്കണം. ഇത് നമ്മൾ കവറിൽ കെട്ടി വെക്കണം. അതാണ് ഇതുപോലെ കവറിൽ കെട്ടി വെച്ചിട്ട് സമയം വരുമ്പോൾ നമുക്കിതുപോലെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇനോക്കുലം കൂടെ പുറത്തിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ദിവസത്തെയും വേസ്റ്റുകൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കാം. അത് അടുത്തതും കൂടെ കീറിയിട്ട് കണ്ട് ഇതോണം ഉള്ളിത്തൊലി, മുട്ടത്തോട്, പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് പുഴു വരാതിരിക്കാൻ നമ്മൾ പുഴുണ്ട് കണ്ടോ, പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കുമ്പോൾ ഈ പുഴു എല്ലാം അങ്ങ് ചത്തുപോകും. ഇനോക്കുലം ഇടുന്ന അതിനായി പുഴുക്കൾ ചാവാൻ വേണ്ടി. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. കുപ്പിച്ചില്ല് വരാൻ പാടില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടുക്കളയിലെ വേസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസത്തെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. കൂട്ടി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ